മനുഷ്യർക്കിടയിലുള്ള എന്നെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ആർക്കും ഉപദ്രവകരമല്ലാത്ത തമാശകൾ പറയാൻ വലിയ ഇഷ്ടമാണ്. അതിനെ ചളിയെന്നൊക്കെ പറഞ്ഞ് ചിലർ പുച്ഛിക്കുമായിരിക്കും. പുരാണ സീരിയലുകളിൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പരസ്പരം തൊടുത്തുവിടുന്ന അമ്പുകളിൽ ചിലത് ലക്ഷ്യത്തിൽ കൊള്ളും, ചിലത് കുട്ടിമുട്ടി താഴെ വീഴും, ചിലത് വേറെ എവിടെയെങ്കിലും പോയി കൊള്ളും. അതുപോലെ ഇത്തരം തമാശകളിൽ ചിലത് വിജയിക്കാം, ചിലത് വിജയിക്കാതിരിക്കാം. എന്നാലും അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അസ്ഥാനത്തല്ലാതെ ചളി പറയുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഗവേഷണങ്ങൾ അനുസരിച്ച് ചളി പറയുന്നവർ ബുദ്ധിമാന്മാരാണത്രേ. അതെ, ചളി പറയാനും ഒരു കഴിവ് വേണം. അങ്ങനെ ചളി പറയാൻ ഇഷ്ടമുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് തെറ്റിച്ചു വായിക്കൽ. അവരെവിടെയെങ്കിലും ഒരു കടയുടെ പേരോ ഒരു ഉൽപ്പന്നത്തിന്റെ പേരോ ഒക്കെ കണ്ടാൽ തമാശ രൂപേണ അത് തെറ്റിച്ചു വായിക്കും. അങ്ങനെയുള്ള ചില രസകരമായ തെറ്റിച്ചു വായിക്കലുകൾ. ഡാഗിനി, നീ നാട്ടിലൊക്കെ പോയിട്ട് എന്നാ ഉണ്ടടാ വിശേഷം? പറയടാ പറ. എന്റെ പൊന്നടാവേ, നാട്ടിൽ പോയിട്ട് ആ പരട്ട മാനേജറിനെ കൊണ്ട് ഒരു സൗര്യവും കിട്ടിയില്ലെന്നേ. ഫുൾ സെന്റിഡോ. അയാൾ ഒരു വൃത്തികെട്ടവനാണ്. അല്ലടോ, വൃത്തികെട്ടവനല്ല, അവനൊരു ഗ്രാൻഡ് സൈക്കോയാണ്. അയാളുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാവോ? എന്താടാ? കള്ളപ്പണം വെളുപ്പിക്കൽ. എന്നിട്ട് അയാളുടെ കള്ളപ്പണമൊക്കെ വെളുത്തോ ആവോ. ഇതൊരു റെസ്റ്റോറന്റിന്റെ മെനു ആണ്. ഇതിൽ ചില ഡിഷുകളുടെ പേരൊന്ന് നോക്കിക്കേ. 1-2 ചളികൾക്കുള്ള സ്കോപ്പ് ഉണ്ട്. പെസ്തോ വെറുതെ. ഇതെന്താ വെറുതെ കൊടുക്കാൻ വെച്ചേക്കുന്നാണോ? ക്ലാസിക് അറബിയാട്ടാ പെണ്ണേ. ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചളികൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് കമന്റിൽ പറയണേ. ഒരു രസം. ചളികൾ ഇഷ്ടമായില്ലെങ്കിൽ ക്രൂശിക്കരുത് പ്ലീസ്. താങ്ക്സ്.